പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നമ്മൾ ഒരുമിച്ചിരിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് മുന്നോട്ട് പോയിട്ട് അതിനെ അവർ വേണ്ട രൂപത്തിൽ സ്വീകരിച്ചില്ല. പിന്നെ വേറെ ഒരു രൂപത്തിലുള്ള മസലഹത്തായിട്ട് അത് പ്രത്യക്ഷപ്പെട്ടു. അവിടെ അങ്ങേയറ്റം ഇൻസൾട്ടിംഗ് ആണ് എന്ന് പറഞ്ഞാൽ, ആ അയലക്കാട് സംഗമത്തിൽ ഒരു ഉച്ചയ്ക്ക് ശേഷം മുതിർന്ന ആളുകളൊന്നും കാര്യമായി സംസാരിച്ചിട്ടേ ഇല്ല. അത്രമാത്രം ഈ ചെറുപ്പക്കാർ നാലു ഭാഗത്തുനിന്ന് ഒരു ബഹുമാനവും ഇല്ലാതെ എന്തെല്ലാം കാര്യങ്ങളാണ് വളരെ പ്ലാൻ ചെയ്ത് സംസാരിക്കുന്ന പോലെ. ചില ആളുകൾ പ്രത്യേക ആവേശത്തിൽ ഇടപെടുന്നത്, ഇൻഷാ അല്ലാ അത് കുറച്ചുകൂടി വിശദീകരിച്ച് മറ്റൊരിക്കൽ നമുക്ക് പറയാം. നമ്മൾ തുടങ്ങി വെക്കുന്നേ ഉള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാ ഓരോ കാര്യം ഇത് ഈ സംഭാഷണങ്ങൾക്ക് ശേഷം വരുന്ന ആശയക്കുഴപ്പങ്ങൾ എന്താണെങ്കിലും അത് ദൂരീകരിക്കുന്ന വിധത്തിലുള്ള സംഭാഷണങ്ങൾ ഉണ്ടാകും. തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തും, ഒരു സംശയവുമില്ല. പിന്നെ ഈ തക്ഫീരി സംഘത്തിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ കൃത്യമായൊരു നിലപാടുണ്ടോ തൗഫീഖെ? ഇപ്പോൾ നിങ്ങൾ എടുത്തു കാണിക്കാനും ബഹുജനങ്ങളെ തൽക്കാലം ഇളക്കി വിടാനും പറ്റിയൊരു വിഷയം പിന്നെ മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പക്ഷേ അതൊക്കെ അതിൻ്റെ നാനാവശങ്ങളും തെളിവുകളുമൊക്കെ ആളുകൾ നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. സംഘടനകളുടെ വക്താക്കൾ പോലും ആ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് മാറ്റത്തിലേക്കുള്ള പാതയിലാണ് എന്നറിയുന്നത് നന്നായിരിക്കും. മനസ്സിലായില്ല? ഓരോ തവണയും പിന്നെ ഈ ഏറ്റവും അടിസ്ഥാനപരമായ അഫ്ളലായ അസ്ലിയായ നിങ്ങൾ കണ്ടാൽ പിന്നെ നോമ്പെടുക്കണം, കണ്ടാൽ നോമ്പ് മുറിക്കണം. അപ്പോൾ ആ എവിടെ കണ്ടാലും ആ കാഴ്ചയെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് ആളുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, അതാണ് ഇവിടെ വരേണ്ടത്. അത് ഇസ്ലാമിക വിരുദ്ധമായ ഒരു ആശയമാണ് എന്ന് സമർപ്പിക്കാൻ നിങ്ങൾക്കും സാധ്യമല്ലല്ലോ. ജനങ്ങളോടൊപ്പം പെരുന്നാൾ, ജനങ്ങളോടൊപ്പം നോമ്പ് എന്ന ഹദീസിനെ വ്യക്തമായി പണ്ഡിതന്മാർ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് പഠിപ്പിച്ചതിന് ശേഷവും അതിനെ ദുർവ്യാഖ്യാനിച്ച് ഇങ്ങനെ പോവല്ലേ. ആ ജനങ്ങൾ ആരാണ് എന്ന കാര്യത്തിൽ നിങ്ങളുടെ തക്ഫീരി സംഘത്തിൽ ഐക്യമുണ്ടോ? ഉണ്ടോ? തൗഫീഖിന് ഇവിടുത്തെ ബഹുജനങ്ങളല്ലേ ജനങ്ങൾ, അല്ലേ? വിസ്ഡംകാരുടെ ഒക്കെ നിലപാടല്ലേ നിങ്ങൾ സ്വീകരിക്കുന്നത്? വിസ്ഡത്തിന് ഇനിയിപ്പോൾ ഇവിടെ അവർ ഒരു വിങ്ങൊക്കെ ഉണ്ടാക്കിയ ആളുകളെ മാസം കാണാൻ വേണ്ടി പറഞ്ഞയച്ചാലും 6 മാസം കണ്ടാലേ അവർക്ക് തൃപ്തിയാവുള്ളൂ. കാലി കാണണം, കാലി പ്രഖ്യാപിക്കണം. ഞങ്ങൾക്ക് അപ്രമാദിത്വമൊന്നുമില്ല. തൗഹീദിന്റെ ആളുകൾക്ക് ശിർക്കിന്റെ ആളുകളുടെ മേൽ അപ്രമാദിത്വമില്ല എന്ന് ദീനുള്ള ഒരുത്തം പറയാൻ പാടുണ്ടോ? അതും ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവൻ. അതാണ് നമ്മൾ അവരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നിലപാടെന്താ? ഈ ഖുബൂരി ഖാലി അവരുടെ പിന്നെ ഇടയിലുള്ള പടലപിണക്കങ്ങൾ, ഖുറാഫികൾക്കിടയിൽ തന്നെയുള്ള പടലപിണക്കങ്ങൾക്കനുസരിച്ച് മാസപ്പിറവി ഒരു പരിഹാസമായി കാണുന്ന സാഹചര്യം അവർക്കിടയിലുണ്ട്. അതിനെ കാത്തിരുന്ന് അതിന്റെ പിന്നാലെ പോകണം എന്നല്ലേ തൗഫീഖ് നീ പറയുന്നത്? എന്നാൽ മോഹ്സിനേരി ഇത് പറഞ്ഞു, ഞങ്ങൾ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ തൗഹീദുള്ളവരാണ് ഉദ്ദേശിക്കുന്നത്. അതെന്തേ സാജിദ് പറയാത്ത്? അതെന്തേ നിയാഫ് പറയാത്ത്? അപ്പൊ നിങ്ങൾക്ക് തന്നെ ആ വിഷയത്തിൽ ഒരു കൃത്യമായ നിലപാടില്ല. ഒരാൾ അങ്ങനെ പറയുന്നു, ഒരാൾ ഇങ്ങനെ പറയുന്നു. മനസ്സിലായില്ലേ? ഭിന്നിപ്പുണ്ടാകുമെന്നതാണ് പ്രധാനപ്പെട്ട കാരണം. ആരാണ് ഈ എല്ലാ ഭിന്നിപ്പിനും ആക്കം കൂട്ടുകയും അതിനുള്ള പുതിയ വഴികൾ തേടുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് മറ്റ് ഐക്യത്തിലേക്കുള്ള ഇസ്ലാമിന്റെ മാർഗം വ്യക്തമായി പ്രാമാണികമായി സമർപ്പിച്ചിട്ട് ഞങ്ങൾ ഭിന്നിപ്പിന്റെ ആളുകളാണെന്ന് പറയുന്നു. എന്തൊരു വർത്താനാണ്! ഒരിടത്ത് ഒന്നിലേറെ ഈദ്ഗാഹ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണൂർ സിറ്റിയിൽ ആദ്യമായിട്ട് സക്കറിയ സലാഹി റഹിമുള്ള ഏൽപ്പിച്ചനുസരിച്ച് ആ പള്ളിയിലെ ഖത്തീബായി നിൽക്കുന്ന സമയത്ത്, നിയാഫ് പിന്നെയാണല്ലോ വരുന്നത്, അപ്പോൾ അവിടെ ആ വന്ന സമയത്ത് അവിടെ ആ വന്ന വർഷം അവർ ഈദ്ഗാഹ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഈദ്ഗാഹ് നടത്താൻ വേണ്ടി നമ്മളെല്ലാവരും ഒരു കൂട്ടായി തീരുമാനം എടുത്തു പോകുമ്പോൾ ഒരൊറ്റപ്പെട്ട ശബ്ദം നിയാഫ്. അപ്പം നിയാഫ് അവിടെ കുശുകുശു നമ്മുടെ ഇതിൻ്റെ അടുത്തൊന്നും വന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വന്ന് പറയണ്ടേ? മറ്റുള്ളവരെ കൊണ്ട് ഫിത്തന ഉണ്ടാക്കുക. എന്നിട്ട് അവിടെ നാട്ടിൽ ചർച്ച, എന്ത് ഇവിടെ പിന്നെ വിസ്ഡത്തിന്റെ ഈദ്ഗാഹ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ നമ്മളെന്തിനാ വേറെ ഈദ്ഗാഹ് നടത്തുന്നത് എന്ന് പറഞ്ഞ് ആശയക്കുഴപ്പമുണ്ടാക്കി പെരുന്നാൾ ഭിന്നിപ്പിക്കുന്നത് ശരിയല്ല. കേട്ടാൽ നമ്മൾ വിചാരിക്കും വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞ വിഷയമാണ്. സ്വാഭാവികം നമ്മളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിസ്ഡത്തിന്റെ ഈദ്ഗാഹിൽ നമുക്ക് തൊട്ടു മുമ്പ് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈദ്ഗാഹിൽ പോലും സലഫികളെ, പ്രത്യേകിച്ചും സലഫിയത്തിനെ അവലംബിക്കുന്ന ആളുകളെ, സക്കറിയ സലാഹി റഹിമുള്ളയെ പ്രത്യേകം വാക്കുകൾ കൊണ്ട് തേടിപ്പിടിച്ച് ഗുരുതരമായി വിമർശിക്കുന്ന ഒരവസ്ഥ വിസ്ഡംകാർക്കുന്നുണ്ട്. വിസ്ഡംകാർ അന്നും ഇന്നും ആ കക്ഷിത്വത്തിന്റെ പിടിയിൽ നിന്നവർ വീണിട്ടില്ല. അണികളിൽ ചിലപ്പം നിഷ്കളങ്കമായി ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിന് നേതൃത്വം വളരെ മോശമായ നിലപാടാണ് നമ്മുടെ ഈ ദഅവത്തിനോട് ഏത് കാലഘട്ടവും സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. എത്ര വലിയ ഫിത്തനയാണ് നമ്മളെ തീവ്രവാദികളാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലൊക്കെ അതിലേക്ക് പിന്നെ എരുതിയിലേക്ക് എണ്ണ ഒഴിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വിസ്ഡത്തിന്റെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരിൽ നിന്നും നേതാക്കന്മാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അത് കണ്ണൂർ സിറ്റിയിൽ നമുക്ക് അവരിൽ നിന്ന് അതേ അനുഭവം ഉണ്ടായത്. വിസ്ഡത്തിന്റെ ആളുകളാണ് മിമ്പറിൽ നിന്ന് ഖുത്ബ പറയുമ്പം പിന്നെ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുള്ളത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അവരാ നിലക്ക് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് ആ ആളുകൾ അവരുടെ ഈദ്ഗാഹിൽ നമ്മളങ്ങനെ ചെന്നിരിക്കും. എന്നിട്ട് പലർക്കും മറ്റു പല ഈദ്ഗാഹുകളെയും അവലംബിക്കേണ്ട അവസ്ഥ. വേണ്ടത്ര ചിന്തിക്കാത്ത ആളുകൾ തബ്ലീഗ് ജമാഅത്തിന്റെ ഈദ്ഗാഹിലേക്ക് വരെ പോകേണ്ട സാഹചര്യം അവിടെ ഉണ്ടായി.
എന്തുകൊണ്ട് നമുക്കൊരു ഈദ്ഗാഹ് കൃത്യമായി നടത്തിക്കൂടാ? നിയാഫ് അവിടെ വലിയൊരു ഫിത്തന ഉണ്ടാക്കി, അതിനെതിരെ വലിയൊരു പ്രോപ്പഗണ്ട തന്നെ അവിടെ സൃഷ്ടിച്ചു. സ്വലാഹി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അങ്ങനെ നിയാഫിന് അങ്ങനെ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൂടി ആലോചിച്ചിട്ട് നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുഹമ്മദ് ബിൻ സ്വാലിഹ് ഉസൈമീൻ റഹിമഹുള്ളയുടെ ഫത്വ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്. നിയാഫിന് ആ ജുമാ നടത്തുന്ന എല്ലാവർക്കും എന്ത് ചെയ്യും, ഈദ്ഗാഹ് നടത്താം, അതൊരു ഭിന്നതയൊന്നുമാകാൻ പോകുന്നില്ല എന്ന്. ഇവർ പറയുന്ന ഐക്യം കേട്ടാൽ വിചാരിക്കുക എല്ലാവരും കൂടി ഒരൊറ്റ ഈദ്ഗാഹിലേക്കാണ് വരുന്നത്. ഇവർ ദിവസത്തിന്റെ ഐക്യമാണോ ഐക്യമായിട്ട് കാണുന്നത്? മനസ്സിനെ ഭിന്നിപ്പിക്കുകയും ദിവസത്തെ ഐക്യപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് എന്തൊരു വിവരക്കേടാണ്. മനസ്സിലായില്ലേ? എന്നിട്ടോ ശരി, അതേ വർഷം നോക്കണേ, കണ്ണൂർ സിറ്റിയിൽ ഈദ്ഗാഹ് നടത്തുന്നതിനെതിരെ ശക്തമായ പ്രചാരവേലകൾ നടത്തി അവിടുത്തെ സഹോദരങ്ങളെ ഭിന്നിപ്പിച്ച നിയാഫ്, തൊട്ടു പിറ്റേ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണെന്ന് അറിയാമോ? അഞ്ചരക്കണ്ടി, നിയാഫ് അവിടുത്തെ ഖത്തീബായിരുന്നല്ലോ, അവിടെ നിയാഫ് ആ ഖത്തീബ് സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ നിയാഫ് പെട്ടെന്ന് രാത്രിക്ക് രാത്രി ഈദ്ഗാഹ് തീരുമാനിച്ച്, അവിടെ വിസ്റ്റത്തിന്റെ ഈദ്ഗാഹ് ഉണ്ടായിരിക്കെ 1.5 കിലോമീറ്ററിന്റെ ഉള്ളിൽ നിയാഫ് വേറെ ഈദ്ഗാഹ് നടത്തിയില്ലേ? തലേന്ന് ഞങ്ങളോട് നടത്തൽ ഫിത്തനയാണെന്ന് പറഞ്ഞ നിയാഫ് അതേ ഫിത്തന അഞ്ചരക്കണ്ടിയിൽ പോയി നടത്തിയില്ലേ? അപ്പം നിയാഫിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ദീനല്ല, മറ്റു ചില താല്പര്യങ്ങളാണ് എന്ന് ആ നാട്ടുകാരെങ്കിലും ഏതായാലും മനസ്സിലാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും നിങ്ങളുടെ ഇരട്ടത്താപ്പ് ഞങ്ങൾ നല്ലോണം തിരിച്ചറിയുന്നുണ്ട്. പിന്നെ തൗഫീഖ്, ഞങ്ങൾക്കില്ലാത്ത എന്ത് യോഗ്യതയാണ് തൗഫീഖിനും മറ്റു തക്ഫീരികൾക്കൊക്കെ ഉള്ളതെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം. അതേപോലെ തന്നെ സാജിദ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഷേഖ് ബാമൂസയോട് ചോദിച്ചില്ല, ഇവിടെ എങ്ങനെയാണ് നമുക്ക് പെരുന്നാൾ കഴിക്കേണ്ടത്, ഏത് നിലക്കാണ്? ഈ നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ ഏകദേശമൊക്കെ വിവരിച്ചുകൊണ്ട് സാജിദ് തന്നെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ അദ്ദേഹം 3 ഓപ്ഷനുകൾ പറഞ്ഞില്ലേ? നിങ്ങൾ കാണുന്ന മാസം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോമ്പും പെരുന്നാളായിട്ട് പോകാം. അതല്ലെങ്കിൽ നാട്ടിലൊരു സമിതി, ഒരു സെന്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ അവലംബിച്ചുകൊണ്ട് പോകാം. അതുമല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്ത് നടത്തുന്ന ഏറ്റവും അടുത്ത ഇസ്ലാമിക രാജ്യം എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് സൗദി അറേബ്യ അവലംബിക്കാം. ഈ 3-ൽ ഏതെങ്കിലും ഒരു രീതി നിങ്ങൾക്ക് പരിഗണിക്കാമെന്ന് കൃത്യമായി പറഞ്ഞല്ലോ. ഇനി നാട്ടുകാരുടെ ഭൂരിപക്ഷം അനുസരിച്ചാണെങ്കിൽ കേരളത്തിന്റെ പിറ്റേന്നാണ് പലപ്പോഴും വടക്കേ ഇന്ത്യയിലും തമിഴ്നാട്ടിലൊക്കെ കാലത്തും പെരുന്നാളുണ്ടായി പോന്നിരുന്നത് പല സ്ഥലത്തും. അപ്പം ഇവിടെ ഈ നാട്ടുകാരുടെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെതാണോ ഇന്ത്യയുടേതാണോ എന്ന് അബ്ദുറൌഫ് നദവി പ്രത്യേകം ചോദിച്ച് സാജിദിന്റെ ചോദ്യത്തിന് ഷേഖ് ബാമൂസ നൽകിയ ഉത്തരത്തിന് ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാരെന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം സാജിദ് ചോദിച്ചു വാങ്ങിയ ഫത്വ സ്വീകരിക്കാൻ സാജിദ് തയ്യാറല്ല. ഞങ്ങളത് അവലംബിക്കല്ലേ ചെയ്തിട്ടുള്ളത്. അതിൽ പറഞ്ഞതിന് വിരുദ്ധമായി ഞങ്ങൾ എന്താ പ്രവർത്തിച്ചത്? എന്തിനാണ് ഞങ്ങളുടെ പെരുന്നാൾ ഇബ്ലീസിന് ചിരിക്കാൻ വക നൽകുന്ന പെരുന്നാളാണ് എന്ന് പറയുന്നത്? എന്തിനാണ് ഞങ്ങളുടെ പെരുന്നാളിനെ കുറിച്ചും അത് ഫിത്തനയുണ്ടാക്കുന്ന പെരുന്നാളാണ് എന്ന്, ഞങ്ങളുടെ പെരുന്നാൾ ഇബ്ലീസിന് ചിരിക്കാൻ വക നൽകുന്ന പെരുന്നാളാണ് എന്ന് പറയുന്നത്? എന്തിനാണ് ഞങ്ങളുടെ പെരുന്നാളിനെ കുറിച്ചും അത് ഫിത്തനയുണ്ടാക്കുന്ന പെരുന്നാളാണ് എന്ന് പറയുന്നത്? ഏറിപ്പോയാൽ അതൊരു ഖിലാഫിയായ മസ്അല എന്ന നിലക്ക് മാത്രം പരിഗണിക്കപ്പെടേണ്ട കാര്യമല്ലേ? സക്കരിയ സ്വലാഹി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടില്ലേ, മാസപ്പരയുടെ ഒരു നാസിലത്തിന്റെ വിഷയമല്ല എന്നാണ്. ഉലമാക്കളിലേക്ക് മടക്കേണ്ട പ്രത്യേക വിഷയങ്ങളൊന്നും അതിലില്ല. അതിനർത്ഥം തർക്ക വിഷയം വന്ന ഉലമാക്കളിലേക്ക് മടക്കാൻ പാടില്ല എന്നല്ല, ദുർവ്യാഖ്യാനിക്കാൻ നടക്കണ്ട. മാസപ്പരയുടെ വിഷയത്തിൽ അതില്ല. അതിൽ വിഷയം ക്ലിയറാണ്. 2 വശത്തിന്റെയും ന്യായങ്ങൾ ക്ലിയറാക്കപ്പെട്ട സംഗതിയാണ്. അതിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ അവലംബിക്കേണ്ട എന്താണെന്ന് നമുക്ക് കൂടി ആലോചിക്കാവുന്ന കാര്യമേ ഉള്ളൂ. കാരണം തെളിവുകൾ വ്യക്തമായി കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഖുബൂരികളെ ഹിലാലിൽ അവലംബിക്കരുത് എന്ന് ഷെയ്ഖ് വാരിസ് മാത്രമല്ല, വസീഉൽ അബ്ബാസ് മാത്രമല്ല, അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഞാനന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ അറഫ നോമ്പുമായി ബന്ധപ്പെട്ട്, അറഫ എന്നുള്ളത് മക്കയിലാണ്, ഹാജിമാർ അവിടെയാണ്, അറഫ ദിനം അവർക്കുള്ളതാണ്. അപ്പൊ അറഫ ദിനത്തിലെ നോമ്പ് സൗം യൗമ അറഫ എന്ന്, അല്ലാതെ ദുൽഹിജ്ജ 9-ാം തീയതി എന്ന് പറയപ്പെടുന്ന ദിവസത്തിലെ നോമ്പ് എന്നല്ല. അത് പരിഗണിക്കണമെന്ന് അന്നും സാജിദ് കുറെ വസ്വാസം ഉണ്ടാക്കുന്ന വോയിസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മാസം 2 നിലക്ക് കണ്ടാൽ അതിനെ എങ്ങനെ പരിഗണിക്കണം? സ്വാഭാവികമായിട്ടും അവിടുത്തെ 9-ഉം ഇവിടുത്തെ 9-ഉം വ്യത്യസ്തമാകുമ്പോൾ ഇവിടുത്തെ 9-അനുസരിച്ച് നോമ്പ് നോൽക്കാമെന്നുള്ള അഭിപ്രായം നിലനിൽക്കും. അത് സക്കരിയ സ്വലാഹി റഹിമഹുല്ലാഹ് അടക്കമുള്ള ആളുകൾ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ആ വിഷയങ്ങളൊക്കെ എന്താണ് എടുത്തു പറഞ്ഞ് ഇവിടെ ഫിത്തന ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉലമാക്കളിലേക്ക് മടങ്ങി പല പണ്ഡിതന്മാരുടെയും ഈ അറഫ നോമ്പുമായി ബന്ധപ്പെട്ട ഫത്വകൾ ഞങ്ങളിവിടെ കൊണ്ടുവന്നു, ഞങ്ങളത് സമർപ്പിച്ചു. ആ കൂട്ടത്തിൽ കുവൈത്തിലെ ഇഹിയാ ഉത്തറാസ്, അവിടുത്തെ സലഫി പണ്ഡിതനായിട്ടുള്ള ഇഹിയാ ഉത്തറാസിന്റെ പണ്ഡിതനായിട്ടുള്ള അദ്ദേഹം അഭിപ്രായ വ്യത്യാസമുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിരിക്കാമെങ്കിലും അഖീദയിൽ അവർ സലഫിയത്ത് സ്വീകരിക്കുന്ന ആളുകളാണല്ലോ. മാത്രവുമല്ല സക്കരിയ സ്വലാഹി റഹിമഹുല്ലാഹ് എത്രമാത്രമാണ് ഈ ഹമൂദ് നജ്ദിയുമായി ബന്ധം പുലർത്തിയത് എന്ന് നദ്വിയൊക്കെ വ്യക്തം. നദ്വി ഒരുപാട് കാലം കുവൈത്തിൽ ഉണ്ടായിരുന്ന ആളാണ്, അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം തയ്യാറാക്കിയ പ്രബന്ധങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന ഒരു വ്യക്തിയും അത് ഹമൂദ് നജ്ദിയായിരുന്നു.
ആ ഷേഖ് അഹമ്മദ് നജ്ദിയെക്കുറിച്ച് എന്നോട് നേരിട്ട് സാജിദ് പറഞ്ഞത് മൂപ്പരെ പറ്റി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സാജിദിന് ഇഷ്ടമല്ലാത്തവരെ പറ്റിയൊക്കെ അഭിപ്രായ വ്യത്യാസം വരിക, എന്നിട്ട് എവിടുന്നെങ്കിലും ഏതെങ്കിലും പള്ളിമുക്കരോട് സംസാരിച്ചിട്ട് അത് വലിയ അല്ലാമയുടെ അഭിപ്രായമായിട്ട് അവതരിപ്പിക്കുക. ഇങ്ങനെയൊക്കെ ജനങ്ങൾ എത്ര നാൾ കബളിപ്പിക്കും? എന്നിട്ട് ഏതോ ഒരു മനുഷ്യനെ ഏതോ ഒരുത്തൻ നജ്ദിയെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ നജ്ദിയെ മാത്രമാണ് നമ്മൾ ഉദ്ധരിച്ച അല്ലതാനും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവനവന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ആലിമുകൾ പറഞ്ഞത് കേട്ടാൽ അത് റോങ് ഫത്വ എന്ന് മനസ്സിലാക്കിയത് പ്രായോഗികമായി തന്നെ ഈ അറഫ നോമ്പിന്റെ വിഷയത്തിൽ സാജിദിൽ നിന്ന് ഞാൻ എന്നോട് നേരിട്ടാണ് സാജിദ് പറഞ്ഞത് ഹമൂദ് നജ്ദിയെക്കുറിച്ച് എന്താണ് ചില പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തപ്പെടാത്ത പണ്ഡിതന്മാർ ആരാ സാജിദെ? നിങ്ങൾ കൊണ്ടുവരുന്ന ഏത് ആലിമിനെ കുറിച്ചും വേറെ ചില സലഫി ആലിമുകൾ തന്നെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയത് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണല്ലോ ദീനിന്റെ വിഷയം പറയുന്നിടത്ത് വ്യക്തികളെ മാത്രം പരിഗണിക്കാതെ അവർ മുന്നോട്ട് വെക്കുന്ന പ്രമാണത്തിന് കൂടി പ്രാധാന്യം കൊടുത്തു പോകുന്നത്. ഒരു ആലിം പറഞ്ഞു എന്നുള്ളത് കൊണ്ടാണോ ഒരു വിഷയം ഫത്വകളൊക്കെ പശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. പ്രമാണങ്ങൾ അങ്ങനെയല്ലല്ലോ. പ്രാമാണികമായ വിഷയം അവതരിപ്പിക്കാൻ ഒരിക്കൽ നിങ്ങൾക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ദൗറകളെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഈ തക്ഫീരി സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അൽഹംദുലില്ലാ ഞങ്ങളതിൽ പതറിപ്പോയിട്ടില്ല, അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടുമില്ല. അതിന്റെ ഫായിദ സലാഹി റഹ്മത്തുള്ളാഹി തുടക്കം കുറിച്ചത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായ പ്രതിഫലം ആ വിഷയത്തിൽ നൽകുമാറാകട്ടെ. ഇനി ഈ വിഷയത്തിൽ തൗഫീഖ് നിന്റെ പിതാവ് എഴുതിയ, ആ കാലഘട്ടത്തിൽ എഴുതിയ, കുറച്ചു മുമ്പ് നമ്മുടെ അയലക്കാട് സംഗമവുമൊക്കെയായി ബന്ധപ്പെട്ട ആ സമയത്ത് നടന്ന ചർച്ചകൾക്കിടയിൽ എഴുതിയ ഒരു പോസ്റ്റുണ്ട്. അന്ന് തൗഫീഖ് നമ്മളെ കൂടെയാണ്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. നിന്റെ പിതാവ് എഴുതിയാണ്, റഫീഖ് സാഹിബ്. ഇങ്ങനെയാണത്: സ്വലാഹി മരണം വരെ പിന്തുടർന്നു പോകുന്ന സുതാര്യമായ നിലപാടുകൾ രൂപപ്പെട്ടത് ദൗറ, ചർച്ച, മുഷാവറ എന്നൊക്കെയുള്ള സംഗതികൾ കൊണ്ടുകൂടിയാണ്. അതിന്റെ കോർഡിനേറ്റർ എന്ന് നദ്വിയെ സ്വലാഹി തന്നെ വിശേഷിപ്പിച്ചത് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഈ കൂട്ടായ്മയിൽ ആവാം, തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അതത് കൂട്ടായ്മകളോട് ചേർന്ന് പോവുകയുമാവാം. തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടവർ തിരുത്തട്ടെ, പരസ്പരം തിരുത്താൻ തെളിവുകൾ കയ്യിലുള്ളവർക്ക് ഇനിയും അത് തുടരാം. വളരെ മികച്ചൊരു അഭിപ്രായം ഈ ഫിത്തന തുടങ്ങിയ കാലത്ത് തന്നെ നിന്റെ പിതാവ് നൽകിയിരുന്നു. തൗഫീഖ്, നിനക്കും പരിഗണിക്കാവുന്ന ഒരു അഭിപ്രായമായിരുന്നില്ലത്. അബ്ദുറൌഫ് നദ്വിയെ ഏത് സമയത്തും, പ്രത്യേകിച്ച് അദ്ദേഹം മക്കയിലേക്ക് ജോലിക്ക് വേണ്ടിയും മറ്റുമൊക്കെ പോയിരുന്ന ദീർഘമായ വേറിടൽ നടക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ദൗറയുടെ കോർഡിനേറ്ററായിട്ടും ഇവിടെയുള്ള സലഫി ദഅവത്തിന്റെ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട വ്യക്തിയുമായിട്ടും അബ്ദുറൌഫ് നദ്വിയെ നിരന്തരമായി അദ്ദേഹം ഏൽപ്പിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ നദ്വിയും സലാഹിയും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഏറ്റവും അവസാന നാളുകളിൽ പോലും അവർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം നേരിട്ട് കണ്ടവരാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നുള്ളതും അത് ശക്തമായി പറയുക എന്നുള്ളതുമൊക്കെ അത് ആളുകൾ തമ്മിൽ ഭിന്നിച്ചു നിൽക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന നിങ്ങളോട് എന്ത് പറയാനാ? നിങ്ങൾക്ക് ആളുകളോട് ഭിന്നിക്കൽ ദീനാണല്ലോ. അപ്പൊ അതിന് ഞങ്ങൾക്കൊന്നും പറയാനില്ല. അതേസമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായി നമ്മൾ സമം താഴത്തിന്റെയും പാർട്ടിയല്ല, തത്താവുമാണ്. സക്കരിയ സലാഹി റഹ്മത്തുള്ളാഹി എപ്പോഴും പറയലുണ്ട്, ഒരാൾ പറഞ്ഞത് കണ്ണും ചിമ്മി ഏത് വിഷയവും അങ്ങനെ തന്നെ സ്വീകരിക്കാമെന്നല്ല, അതിൽ ചർച്ചകൾ വേണം. അപ്പൊ ചർച്ചകളും സുതാര്യമായ മുഷാവറ ഇതൊന്നുമില്ല. ഇന്നൊക്കെ തക്ഫീരി സംഘങ്ങളുടെ പല മർക്കസുകൾ ഏതൊരുത്തം തീരുമാനിക്കും, ഒരാൾ തീരുമാനിക്കും, കാര്യങ്ങൾ അങ്ങനെ പോവും. പലപ്പോഴും സുതാര്യതകളില്ല. അതൊക്കെ നമുക്ക് വേറെ തന്നെ ചർച്ച ചെയ്യാൻ ഇൻഷാ അല്ലാഹ് ആവശ്യമാണെങ്കിൽ. നമ്മൾ അത്തരം വിഷയങ്ങളുടെ പിറകെ പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ സലഫി ദാഇമാരെയും പഠനത്തെയും താലിബുകളെയും ഒക്കെ നിരന്തരമായി ആക്രമിക്കാനാണ് പരിശ്രമമെങ്കിൽ ചില സംഗതികൾ നമുക്ക് തുടർന്നും പറയേണ്ടതായിട്ട് വരും. സകല കുതർക്കങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന വേറൊരാളുണ്ട്. ഒലമാക്കളിലേക്ക് മടങ്ങാതെ തർക്കത്തിൽ അഭിരമിക്കുന്നത് രോഗലക്ഷണമാണെന്നാണ് അയാൾ, അഥവാ സാജിദ് ഇപ്പം അടുത്ത കാലത്ത് പറഞ്ഞത്. മൂപ്പർക്ക് അത് രോഗലക്ഷണമായിട്ടേ ഉള്ളൂ. തൗഫീഖിന് അത് രോഗമായി. അതുകൊണ്ടാണ് മൂപ്പർ ചികിത്സ വിധിച്ചത്. സ്വന്തം പേരിൽ മൂപ്പര് ഫത്വ തന്നിട്ട് തെറ്റുവരം പുറപ്പെടുവിക്കാൻ സാജിദിന് കുറച്ച് ടൈമൊക്കെ വേണ്ടി വരും. ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു 3.5-4 മിനിറ്റിന്റെ ക്ലിപ്പുണ്ടല്ലോ, തലയും വാലും നടുവും വെട്ടിമുറിച്ചിട്ട് സലാഹി ഇത് പ്രചരിപ്പിക്കരുത് എന്ന് പറഞ്ഞ ആ വോയിസ് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് വിടുകയാണ് എന്ന് നമുക്ക് പറയേണ്ടി വന്നിട്ടുള്ള ആ ഒരു വോയിസിനെ സംബന്ധിച്ചിടത്തോളം ആ വോയിസിൽ തന്നെ സലാഹി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നദ്വി ഇരിക്കുന്നുണ്ട്, ഞങ്ങൾ ഇരുന്നു. അൽഹംദുലില്ലാ, ആ ഇരുത്തം വ്യക്തമായി ജീവനോടുകൂടി റെക്കോർഡറായിട്ട് നമ്മുടെ മുന്നിലുള്ളതാണ്. അതിൽ കൃത്യമായി, അതായത് അതിനുശേഷം സാജിദിനെയും മുഹ്സിനെയും നിയാഫിനെയും പേരെടുത്തുകൊണ്ട് അവരുടെ ന്യൂനതകൾ സക്കരിയ സലാഹി റഹിമത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതൊന്നും നാട്ടിലേക്ക് വിട്ട് പ്രചരിപ്പിക്കലും ഞങ്ങളെ ജോലിയല്ല. പക്ഷെ ഞങ്ങളെ കൊണ്ടത് ചെയ്യിക്കരുത്. മനസ്സിലായില്ലേ? അദ്ദേഹം സലാഹി പറയാണ്, സാജിദിനെയും മുഹ്സിനെയും ഞാൻ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നതല്ല. ആളുകൾ അവരെ ക്ലാസ്സിന് വിളിക്കുമ്പോൾ വേണ്ട എന്നെങ്ങനെ പറയും? അത് നമ്മുടെ ഒരു നിസ്സഹായാവസ്ഥയാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. സാജിദും മുഹ്സിനും പ്രത്യേകിച്ചും സാജിദ് അവിടെ നിൽക്കുക. സാജിദ് ആദ്യം മുതലേ സലാഹിയുടെ കൂടെ ഇല്ല. മുഹ്സിനും നിയാഫും കൂടെ വന്നതിന് ശേഷം
നേരത്തെ പറഞ്ഞ പോലെ ഈ തക്ഫീരിയത്തിന്റെ ഫത്വയുമായി ബന്ധപ്പെട്ട് പിന്നെ ക്ലാസ്സിൽ സലാഹിക്ക് കൃത്യമായ നിലപാടുണ്ട്. ഖുബൂരുകൾ അറുത്ത് കഴിക്കാൻ പാടില്ല, അവരെ പിറകിൽ നിസ്കരിക്കാൻ പാടില്ല. അത് സലാഹിന്റെ നിലപാടല്ല. സലഫി ഉലമാക്കൾ പൂർവികരും ആധുനികരും നൽകിയിട്ടുള്ള ഫത്വകളുടെ അടിസ്ഥാനത്തിലും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുമുള്ള ഒരു നിലപാടാണ്. അത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. കാന്തപുരത്തിനെ കാഫറാക്കിയ നിയാഫ് ചെയ്താൽ തന്നെയല്ലേ. അപ്പൊ നിയാഫ് ചെയ്യുമ്പം അത് ദീനും, ഞങ്ങൾ ചെയ്യുമ്പം അത് ഫിത്തനയും അത് വ്യതിയാനവുമാകുന്നത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? വിശദീകരിക്കാൻ തൗഫീഖിന് ബാധ്യതയില്ലേ? അല്ലേ? കാന്തപുരത്തെ പിന്നെ കാഫറാണ് എന്ന് പറഞ്ഞ് വേർതിരിക്കുന്ന അതേ ന്യായം പേരോടിന് ബാധകല്ലേ? പൊന്മുളക്ക് ബാധകല്ലേ? മറ്റുള്ള ഓരോരുത്തർക്കും ബാധകല്ലേ? ഖലീൽ ബുഖാരിക്ക് ബാധകല്ലേ? എന്തേ എനിക്ക് കാന്തപുരത്തിന്റെ കാര്യത്തിൽ ബോധ്യപ്പെട്ടു എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് എന്താ ബോധ്യപ്പെട്ടുകൂടെ? അതൊക്കെ വിഷയം അവിടെ നിൽക്കട്ടെ. ഏതായിരുന്നാലും ശരി, സലാഹി റഹിമഹുള്ള കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇവരെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്നല്ല. അന്നേരം ഷറഫു പറഞ്ഞെന്താണെന്നറിയോ? ഷറഫുദ്ദീൻ പറഞ്ഞു, കാരപ്പറമ്പുള്ള ഷറഫുദ്ദീൻ പറഞ്ഞു, ദമ്മാജികളുമായി ബന്ധമില്ലെന്ന് പരസ്യമായി സാജിദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാജിദ് തിരിച്ചു വരുമ്പം അതൊന്നും നമ്മൾ വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ചർച്ചയും ചെയ്യേണ്ടതല്ലെന്ന് ചോദിച്ചു. അത്രേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. സാജിദ് സലാഹിയുടെ അരികിലേക്ക് കയറി വരാൻ ഒരു പരിശ്രമം നടത്തുന്നുണ്ടെങ്കിൽ സലാഹി ആ പറഞ്ഞ വിഷയങ്ങളിലേക്ക് സാജിദ് തിരുത്തി വന്നതാണോ എന്ന് നമുക്കറിയാം. ദമ്മാജിസം ഒഴിവാക്കി വന്നാണെന്ന് അറിയണമല്ലോ. അത് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സാജിദ് ഒന്ന് പറയണം എന്നുള്ളത്. അതേപോലെ ജനാധിപത്യത്തിന്റെ വിഷയം വന്നപ്പോൾ ഇന്നത് പറയണം ഇന്നത് പറയണ്ട എന്ന് നിയാഫിനോട് പറയാം എന്ന് സലാഹി പറഞ്ഞിട്ടുണ്ട്. നിയാഫിന് ജനാധിപത്യത്തിന്റെ വിഷയത്തിലെ സംസാരത്തിൽ ഗുരുതരമായ പിഴവ് സംഭവിച്ചു എന്ന് സലാഹി ആ സംഭാഷണത്തിൽ, അതായത് നദിവിയും സലാഹിയും കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ സംഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സലാഹി പറയാണ്, നമുക്ക് അങ്ങനെ ഓരോ വിഷയവും അവരോട് നിയാഫിനോട് പറയാമായിരുന്നു. അവരോട് ഇണക്കത്തിലാണെങ്കിൽ കേൾക്കണോ നിങ്ങൾക്ക് ആ വോയിസ്? ഇന്നത് പറയണം ഇന്നത് പറയണ്ട എന്നൊക്കെ നമുക്ക് നിയാഫിനെ പോലുള്ളവർ പറയാം. നമ്മൾ തമ്മിൽ ഇണക്കമുള്ളതുപോലെ അവരുമായി നമ്മൾ ഇണക്കത്തിലല്ലല്ലോ. സാജിദിനെ കുറിച്ചും നിയാഫിനെ കുറിച്ചും പേരെടുത്തു പറയാണ്. നമ്മൾ തമ്മിൽ ഇണക്കത്തിലായിരുന്നെങ്കിൽ അവരിലുള്ള ചില പോരായ്മകളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഇണക്കത്തിലല്ല എന്ന് അവസാന സന്ദർഭത്തിൽ സലാഹി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ സലാഹി പറയാണ്, നദവിയെയും സാജിദിനെയും ഇരുത്തണമെന്ന് കണ്ണൂരിൽ വെച്ച് പറഞ്ഞ ആഷിം സലാഹിയാണ്. ചേരി ഉണ്ടായാൽ അവരുടെ മേൽ നമുക്കൊരു നിയന്ത്രണം ഉണ്ടാവില്ല. അപ്പം നിയന്ത്രണത്തിൽ വരാൻ ഒരിക്കലും പഴുതില്ലാത്ത വിധം സലാഹിയുമായി കലഹിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ല, 2.5-3 വർഷം ഒരു പോസ്റ്ററിൽ സലാഹിയുടെ പേരുണ്ടെങ്കിൽ, സക്കറിയ സലാഹി റഹിമഹുള്ളയുടെ പേരുണ്ടെങ്കിൽ അടിയിൽ മുഹ്സിനൈദി എന്ന് വെക്കാൻ പറ്റൂല, നിയാഫ് ബിൻ ഖാലിദ് എന്ന് വെക്കാൻ പറ്റൂല. ഒരേ സ്ഥലത്തുള്ള പരിപാടിയാണെങ്കിലും 2 പോസ്റ്റർ വേണം. അമീർ ഒതുക്കുങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേലിലേക്ക് ലേഖനം കൊടുക്കുമ്പോൾ പലപ്പോഴും നിയാഫിന്റെയും മുഹ്സിന്റെയും ലേഖനം വരൂല, അവർ തരൂല. എന്താ കാരണം? അവർ തന്ന എഡിറ്റ് ചെയ്യാൻ പാടില്ല. സക്കറിയ സലാഹി റഹിമഹുള്ള ലേഖനം ചെയ്താൽ എത്ര എഡിറ്റിംഗ് നടക്കാറുണ്ടെന്ന് അറിയാമോ? അദ്ദേഹം തന്നെ അത് അവസാനം വായിച്ച് ക്ലിയർ ചെയ്യും. അബ്ദുൾ റഊഫ് നദിയുടെ ലേഖനം വന്നാൽ എഡിറ്റിംഗ് നടക്കും, പരസ്പരം വായിക്കും. ദാഴിമാർ പരസ്പരം വായിച്ച് പരമാവധി നന്നാക്കിട്ട. എന്നാൽ മുഹ്സിന്റെയോ നിയാഫിന്റെയോ ഒരു ലേഖനം ഇസ്ലാഹിൽ കൊടുത്താൽ അതിൽ ന്യായമായ ഒരു എഡിറ്റിംഗ്, അതും സലാഹി ഉള്ള സമയത്ത്, സലാഹിയോ നദവിയോ അതിലൊരു അഭിപ്രായം പറഞ്ഞൊരു എഡിറ്റിംഗ് വരുത്തിയാൽ എഡിറ്റിങ്ങോട് കൂടി പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇസ്ലാഹിൽ ലേഖനം എഴുതുന്നത് നിർത്തിവെച്ചവരാണ് നിയാഫും മുഹ്സിനും. ഇസ്ലാഹിൽ ലേഖനം എഴുതുന്നത് നിർത്തിവെച്ചവരാണ് നിയാഫും മുഹ്സിനും. പിന്നെ ചോദിക്കുക അമീറിനോട്, ഇപ്പൊ അമീർ ഞങ്ങളെ കുറ്റം പറയുന്നുണ്ടല്ലോ, പക്ഷെ ഇത് അമീറിന്റെ സ്വന്തം അനുഭവമാണല്ലോ. അത്ര വലിയ ആലിമിലല്ലാമാരാണെങ്കിൽ അവരെ ലേഖനം നമുക്ക് വേണ്ടാന്നാണ് ഒരു യോഗത്തിൽ വെച്ച് അമീർ ഒതുക്കുങ്ങൾ ഇസ്ലാഹിന്റെ ഒരു യോഗത്തിൽ വെച്ച് പറഞ്ഞിട്ടുള്ളത്. നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കട്ടെ, സാക്ഷികളായ ആളുകളെ ഞാൻ ഹാജരാക്കാം. ഇനി സാജിദിനോട് പറയാനുള്ളത്, ഭിന്നിപ്പും തർക്കവും ഉണ്ടാക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സാജിദിന് തന്നെയാണ് ഇപ്പോൾ കാണുന്ന ഈ ഭിന്നതയിൽ വലിയൊരു പങ്കുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഷെയ്ഖ് ബാമൂസയോട് കഴിഞ്ഞ പെരുന്നാളിന് ഫത്വ വാങ്ങിയത് താങ്കൾ തന്നെയല്ലേ? രാജ്യത്തെ ഏകീകൃത മാസപ്പിറവി ഇല്ലെങ്കിൽ ഒന്നുകിൽ മക്കയെ അവലംബിക്കുക, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഇസ്ലാമിക രാജ്യത്തെ അവലംബിക്കുക എന്നല്ല അദ്ദേഹം ഫത്വ നൽകിയത്. ഇത് രണ്ടും ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒന്ന് തന്നെയാണ്, അതല്ലേ നമ്മൾ അവലംബിച്ചതും. താങ്കൾ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി വീണ്ടും ചോദിച്ചു, അപ്പോഴും അദ്ദേഹം അത് തന്നെ ആവർത്തിച്ചല്ലോ. മറ്റു പലരും ചോദിച്ചു, പല സഹോദരങ്ങളും ചോദിച്ചപ്പോഴും ഷെയ്ഖ് ബാമൂസ അതേ കാര്യം തന്നെ ആവർത്തിച്ചു. താങ്കളാകട്ടെ ഞങ്ങളുടെ ഈദ്ഗാഹെന്ന് ഭിന്നതയുടെ വികൃത മാതൃക എന്നാണ് വിശേഷിപ്പിച്ചത്. എന്തേ? ഇവിടെയുള്ള ഈ ഏകമാസപ്പറയുടെ അടിസ്ഥാനത്തിലെ ഈദ്ഗാഹുകളെ ഭിന്നതയുടെ വികൃത മാതൃക എന്ന് സാജിദ് പറഞ്ഞതുപോലെ തൗഫീഖിന് അഭിപ്രായമുണ്ടോ? ഇല്ലെങ്കിൽ സാജിദിനെ തൗഫീഖ് തിരുത്തുമോ? തിരുത്തുകയില്ലെങ്കിൽ അതിന് തെളിവ് നൽകാനും ഷെയ്ഖ് ബാമൂസ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾ ഷെയ്ഖ് ബാമൂസയും ഷെയ്ഖ് ഹഫിളഹുല്ല, അതേപോലെ ഷെയ്ഖ് സാലി ഫൗസാൻ ഹഫിളഹുല്ല, ഇവരെയൊക്കെ തിരുത്തിയാലും അത്ഭുതമൊന്നുമില്ല. അവർക്കും തെറ്റുപറ്റി എന്ന് പറയാനൊക്കെ നാവ് പൊങ്ങുന്നവരാണ് നിങ്ങളെന്ന് ഞങ്ങൾക്കറിയാം. എന്താ പറഞ്ഞത്? ഞങ്ങൾ ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ 2 വട്ടം ആലോചിക്കണം എന്നാണ് സാജിദ് പറഞ്ഞത്. ഷെയ്ത്താന് ചിരിക്കാൻ അവസരം കൊടുക്കരുത് എന്നാ പറഞ്ഞത്. എന്നിട്ടും പറയുന്നു ഭിന്നിപ്പും തർക്കവും ഒഴിവാക്കാൻ കഴിവിന്റെ പരമാവധി ഞങ്ങൾ പരിശ്രമിച്ചിട്ടെന്ന് സാജിദ് പറഞ്ഞാൽ
ഞങ്ങളാണ് ഭിന്നിപ്പിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ തിരിച്ചറിയാൻ ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് സാധിക്കും. ഇതുവരെയും പണ്ഡിതന്മാരെ ഒന്നും സമീപിക്കാതെയാണ് നിങ്ങൾ ഈ വികൃതമായ ഭിന്നത എന്ന് ആരോപിച്ചത്. ഉലമാക്കൾ എടുക്കുന്ന തീരുമാനം എന്തായിരുന്നാലും അത് അറിയിച്ചാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നത് താങ്കൾ നടപ്പാക്കിയിരുന്നെങ്കിൽ ഈ വിഷയത്തിൽ നമുക്കിടയിൽ ഇത്രയും ഫിത്തന ഉണ്ടാവുമായിരുന്നു.